വന്നു ഒരെണ്ണം വന്നറേ എൻ്റെ പൊന്നി എന്താ ഇത് മഴ എടാ ആകാശേ ഇത് മഞ്ഞക്കണം എണീക്ക് 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 എണീക്കടാ 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 കള്ള ഡാ ഡാ എണീക്കടാ എണീക്കടാ എണീക്കെറുക്ക അത്തമ്മേ എണീപ്പിക്കടി ഏട്ടനെ എണീപ്പിക്കടി ഇങ്ങ ഇപ്പം റെഡിയാക്കി തരാം നടത്തെ നടത്തെ എണീപ്പിക്കാത്തെ പോ എണീക്കടാ അത്ത എണീപ്പിക്കേ ചേട്ടാ എണീക്ക് ചേട്ടാ എണീക്ക് ടട്ടി എനിക്ക് വേടോ എന്തൊക്കെയാണ് കാണിക്കുന്നത് സമയം സമയം 9:30 വെള്ളം കോരിയൊഴിക്കും ഞാൻ തട്ടത്തിയാണോ തട്ടമ്മ മഞ്ഞക്കണം അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ചിഞ്ചുവിനെയും കൂട്ടി നമ്മളൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോണ്. ചിഞ്ചു മാത്രമല്ല സച്ചിയും സച്ചിയുടെ ചേച്ചിയും കൂടി ഈ കാണുന്ന പോലെ നമ്മുടെ കൂടെ വരാൻ വേണ്ടി പോവാണ്. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് കാർത്തിക, മനസ്സിലായില്ല. അപ്പോൾ കാർത്തികയ്ക്ക് വേണ്ടി നമ്മൾ തൊട്ടടുത്തായിട്ടൊരു ആശ്രമമുണ്ട്, സിദ്ധാശ്രമം എന്ന് പറഞ്ഞൊരു ആശ്രമമുണ്ട്. അവിടേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇതിനകത്ത് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി അവർ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ കാണുന്ന ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലെ അവിടെ ചെറിയൊരു പ്രഭാഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പ്രഭാഷണം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. ഇതിനകത്ത് കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ രാവിലെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പോയിട്ടുണ്ട്. നമ്മൾ ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഏകദേശം 11 മണിയോട് അടുത്തായിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ഇലയിട്ട് അവരതിലേക്ക് ഉപ്പുമാവ് വിളമ്പാൻ വേണ്ടി പോകണം. ഉപ്പുമാവും കടലക്കറിയാണ് ഇവരുടെ സ്ഥിരമായി കൊടുക്കുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത്. സ്ഥിരമായി എന്ന് പറഞ്ഞാൽ കാർത്തിക ദിവസം കൊടുക്കുന്നത് രാവിലെ ഈ കാണുന്ന പോലെ ഉപ്പുമാവും കടലക്കറിയാണ്. അപ്പോൾ അത് വാങ്ങി നമ്മൾ ഈ കാണുന്ന പോലെ കഴിക്കാൻ വേണ്ടി പോകണം. അതുപോലെ തന്നെ റോസ് കളറുള്ള ചായയും നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഞ്ചാമൃതം. ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ദൂരെ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്നത്. കാർത്തിക
ദിവസം മാത്രമേ ഇതിവിടെ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ, മനസ്സിലായി. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. അതിനുശേഷം നമ്മൾ ഈ കാണുന്ന കഴിച്ചിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോകണം. മുൻപ് പഞ്ചാമൃതം ഇലയിൽ നേരിട്ട് വിളമ്പുന്നൊരു രീതിയായിരുന്നു, ഇപ്പോഴാണത് ടിന്നിലേക്ക് മാറ്റിയത്. ഈ കാണുന്നൊരു ഭാഗത്ത് നിൽക്കുന്ന ആൽമരത്തിലൊക്കെ പണ്ട് നമ്മൾ ചെറുതിലെ വലിഞ്ഞു കയറി തൂങ്ങി ആടിക്കളിക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ആൽമരം ചെറുതായിരുന്നു, ഇന്ന് കുറച്ചുകൂടെ വളർന്ന് കിട്ടിയ പഞ്ചാമൃതം നമ്മൾ ഈ കാണുന്ന പോലെ വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് കഴിച്ച് നോക്കാൻ വേണ്ടി പോകണം. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള പഞ്ചാമൃതമാണ്, മനസ്സിലായില്ലേ. താടി മുറ്റിപ്പോയി താഴെ. അങ്ങനെ നമ്മൾ രാവിലത്തെ കാപ്പി പിടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനും സച്ചിയും കൂടി കാലമ്പാറയിലേക്ക് കയറി പോകാൻ വേണ്ടി പോകണം. നമ്മൾ സ്ഥിരമായിട്ട് കയറുന്ന പാറയാണ് കാലമ്പാറ. അവിടേക്ക് നമ്മൾ ഈ കാണുന്ന കയറി പോകുന്നുണ്ട്. കാട്ടിനകത്തൂടെ എല്ലാം പോകുന്നത്. ഈ കാണുന്നതെല്ലാം കൃഷി സ്ഥലങ്ങളാണ്, വാഴയും തെങ്ങെല്ലാം കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് കാട്ടുപന്നിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് 2-3 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ടാണ് കാട്ടുപന്നികൾ ഇതിനകത്ത് കിടക്കുന്നത്. അതിനകത്ത് തന്നെ ഏകദേശം ഒരു ഗ്രൂപ്പിൽ 10 മുതൽ 20-25 വരെ കാട്ടുപന്നികൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ കാട്ടുപന്നി കിടപ്പുണ്ട്. ഈ കാണുന്നത് ഒറ്റയാൻ്റെ കൂടാണ്, മനസ്സിലായില്ലേ. ഒറ്റയാൻ കിടക്കുന്ന സ്ഥലമാണിത്. ഒരെണ്ണം മാത്രമേ ഒരു സമയത്ത് കാണുള്ളൂ. അവർ കൂട്ടത്തിലൊന്നും കൂടില്ല, മാറി തന്നെ കിടക്കും. അപ്പോൾ അതിന് മുകളിലായിട്ടാണ് സച്ചി കാണുന്നത് നടന്നു പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന എല്ലാ ദിവസവും കാട്ടുപന്നികളെ കാണാറുണ്ട്. നമ്മൾ അവരൊന്നും ചെയ്യില്ല, അവർ നമ്മളെ ഒന്നും ചെയ്യില്ല. നമ്മുടെ ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അവരോട് അടുത്ത സേഫായിട്ടുള്ള താവളങ്ങളിലേക്ക് മാറിപ്പോകുന്നതായിരിക്കും. ഈ കാണുന്ന പോകുന്ന വഴിക്ക് ഒരുപാട് പൂക്കളും ചെടികളും കായ്കളെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ കാണുന്ന പോലെ പോകുന്ന വഴിക്ക് പന്നികളെ കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാണുകയാണെങ്കിൽ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്നൊരു ഭാഗം കണ്ടില്ലേ, ഈ കാണുന്നൊരു ഭാഗത്ത് ആ കാണുന്നൊരു സ്ഥലത്ത് ചെടികൾ അനങ്ങുന്നുണ്ട്. ചെറിയ കുറ്റിച്ചെടികൾ ചെറുതായിട്ട് അനങ്ങി നിൽക്കുന്നുണ്ട്. അതിനടിയിൽ എന്തായാലും കാട്ടുപന്നികളുണ്ട്, മനസ്സിലായില്ലേ. കാട്ടുപന്നികൾ ഈ കാണുന്നതിലടന്ന് ചെടിയെ തട്ടി മറിക്കുന്ന ആ ഒരു സംഭവമാണ് ആ കാണുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ പന്നി മുകളിലേക്ക് കയറി വരും, മനസ്സിലായില്ലേ. ഈ കാണുന്നൊരു ഭാഗത്ത് മുകളിലേക്ക് കയറി വരും. നമ്മളതിനെ പേടിപ്പിക്കാൻ പാടില്ല. അത് വന്ന് നോക്കിയിട്ട് നൈസായിട്ട് അങ്ങ് മാറിപ്പോയിക്കോളും. കണ്ടോ, അത് ബാക്കിയുള്ള പന്നികൾക്ക് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നിൽക്കുകയാണ്, ഓടിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ അവർ ഓടി അടുത്ത സ്ഥലത്തേക്ക് മാറി അങ്ങ് പൊയ്ക്കോളും. വേറെ ശല്യവും കാര്യങ്ങളൊന്നുമില്ല. കൃഷിയെല്ലാം നശിപ്പിച്ചോളും. ഈ കാണുന്ന ഭാഗത്തുള്ള എല്ലാ തരത്തിലുള്ള മരിച്ചിനി, ചേമ്പ്, ചേന അതെല്ലാം തന്നെ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നൊരു ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് കുറുക്കൻ്റെ കൂട്, അതായത് ഊളന്മാരില്ലേ, കുറുക്കനല്ല ഊളന്മാർ, പിന്നെ കുറുനരി, അതിൻ്റെ ഒരു കൂടാണ് ഈ കാണുന്നൊരു ഭാഗത്തൊക്കെ ഉള്ളത്. ഇവിടെയാണ് അത് സ്ഥിരമായിട്ട് കിടക്കാറുള്ളത്. കോഴിത്തൂവലും കോഴിയും മറ്റേത് മറിച്ചെല്ലാം പിടിച്ചുകൊണ്ട് വരുന്നത് ഈ കാണുന്നൊരു ഭാഗത്തേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് മറ്റേ ഇതില്ലേ, ചിതൽപ്പുറ്റ്, മൺകൂന പോലെ ഒരുപാട് ചിതൽപ്പുറ്റുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. ഒരുപാട് ചിതലും അതുപോലെ തന്നെ പാമ്പുകളും ഒരുപാടുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ കാണുന്നൊരു ഭാഗത്തുകൂടി എപ്പോഴും ആൾക്കാരൊക്കെ നടന്നു പോകുന്ന ഒരു സ്ഥലമാണിത്. വലതുവശത്തായിട്ട് ആ കാണുന്ന വെള്ള കളർ ഒരു പള്ളിയാണ്. പള്ളിയുടെ മുന്നിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. അതിനടുത്താണ് ഈ കാണുന്ന കുറ്റിക്കാട് കിടക്കുന്നത്. ഇതിനകത്ത് ഏകദേശം ഒരു 10-20ഓളം പന്നികൾ കൂട്ടമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയാന്മാരാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഓടി അടുത്ത സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്നതായിരിക്കും. 7-8 ഒറ്റയാന്മാർ പല സ്ഥലത്തായിട്ട് ഇവിടങ്ങളിൽ കിടക്കുന്നുണ്ട്. അവരൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. എന്തായാലും ഇതിനകത്തുള്ള ചെറിയ പന്നികളെ നമ്മളൊന്ന് കാണിച്ചാൽ, നമ്മൾ മരത്തിൻ്റെ മുകളിൽ കയറ്റാണ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇടിക്കും. വന്നു ഒരെണ്ണം വന്നറേ. എന്റെ പൊന്നെ, ഇതെന്താ ഇത്? എവിടെ ആകാശേ? എന്തിനാ ഇത്? അപ്പോൾ ഇവർ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഏകദേശം 1.5 വർഷമായിട്ട് ഇവിടെ തന്നെയുണ്ട്. കൃഷി സ്ഥലങ്ങളെല്ലാം ഇവരുടെ കയ്യിലാണ്. ഇപ്പോൾ വാഴകൃഷി ചെയ്യുന്ന വാഴകളുടെ ചുവട്ടിലൊക്കെ ഇവർ പതിയും കിടക്കാറുണ്ട്. കൂട്ടമായിട്ടാണ് കിടക്കുന്നതെങ്കിൽ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ആൾക്കാരുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഇവർ ഓടി അടുത്ത സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകും. പക്ഷേ ഒറ്റയാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ്. ഒറ്റയാൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പതുങ്ങി കിടക്കും. ആൾക്കാർ തൊട്ടടുത്തെത്തുന്നവരെ അത് പതുങ്ങി തന്നെ കിടക്കും. അടുത്തെത്തിയതിന് ശേഷം മാത്രമേ അത് ചാടി മാറുള്ളൂ. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് ഏകദേശം 100 കിലോയ്ക്ക് മുകളിൽ തൂക്കം വരും. നമ്മുടെ ഈ കാണുന്ന പന്നികൾക്ക് എനിക്ക് ഏകദേശം 30-50 കിലോയ്ക്ക് മാത്രമേ തൂക്കം വരുള്ളൂ. ഒറ്റയാന് 100 കിലോയ്ക്ക് മുകളിൽ എന്തായാലും തൂക്കം കാണും. അപ്പോൾ ആ ഒരു ഭാരം വെച്ചുകൊണ്ട് തൊട്ടടുത്തുന്ന സമയത്ത് വളരെ വേഗത്തിൽ ചാടി മാറുന്ന സമയത്ത് ആൾക്കാർ പേടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നേർക്കാണ് ചാടുന്നതെങ്കിൽ ആൾക്കാർ മരിക്കാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. പക്ഷേ ഇതുവരെ വേറെ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കൃഷിയെല്ലാം നശിപ്പിക്കുന്നതല്ലാതെ ആൾക്കാർ ഇതുവരെ ഉപദ്രവിച്ചായിട്ട് ഇവിടെയെങ്കിലും വലിയ അറിവൊന്നും ഇല്ല, മനസ്സിലായി. രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിനടുത്തൊരു കുഞ്ഞുങ്ങളെ കൊണ്ടിങ്ങനെ വരിയായിട്ട് പോകാറുണ്ട്. ആരും തന്നെ ഇപ്പോൾ അത് വലുതായിട്ട് മൈൻഡാക്കാറില്ല. അപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്ന സ്ഥലമാണ് കുറുനരിയുടെ ഏരിയ. ഊള എന്നറിയപ്പെടുന്ന കുറുനരി, അതുപോലെ തന്നെ കാട്ടുപൂച്ച, മരപ്പട്ടി, ഇവരുടെ ഒരു ഏരിയയാണ് ഈ കാണുന്ന. അവരെല്ലാം കൂടി ചേർന്നിട്ട് ഒരു കോഴിയോ കൊക്കിനെ എന്തിനോ പിടിച്ച് കഴിച്ചിട്ട് തൂവലൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ചെടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാലമ്പാറയുടെ പുറകു വശത്താണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ രാത്രി കാലങ്ങളിൽ ആൾക്കാരൊക്കെ വന്ന് ടാപ്പിംഗ്, അതായത് മരം വെട്ടിയിട്ടൊക്കെ റബ്ബർ വെട്ടിയിട്ടൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. അതിനിടയ്ക്കാണ് ഇവരെല്ലാം തന്നെ പതിയും കിടക്കുന്നത്. പകൽ സമയത്ത് കാട്ടുപൂച്ചയെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി വൈകുന്നേരങ്ങളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്. കാലമ്പാറയുടെ പുറകു വശമാണ് ഈ കാണുന്നത്. അവിടെ നമ്മൾ നേരെ നടന്ന് കറങ്ങി തിരിച്ചൊക്കെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകണം. വീട്ടിൽ പോയതിന് ശേഷം നമ്മൾ വീണ്ടും നേരെ ആശ്രമത്തിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആശ്രമത്തിലേക്ക് പോകുന്നത്. കാർത്തികയുണ്ട്, ആശ്രമത്തിൻ്റെ ഫുഡ് ഉണ്ടായിരിക്കും. അവിടെ തന്നെ ഈ കാണുന്ന പോലെ ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കാൻ വേണ്ടി പോകണം, മനസ്സിലായില്ലേ. അതിനിടയ്ക്ക് സച്ചി
അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ആശ്രമത്തിലെത്തിയ സമയത്ത് ഈ കാണുന്ന പോലെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ക്രിക്കറ്റ് ടീമും കൂടി ഈ കാണുന്ന പോലെ നമ്മുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ആശ്രമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. വർഷത്തിലൊരു തവണയായതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ കഴിക്കാൻ വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന നമ്മൾ അകത്തേക്ക് കയറി പോകാൻ വേണ്ടി പോകണം. ചിഞ്ചു ഈ കാണുന്ന പോലെ വെമ്പൽ കൊണ്ട് നിൽക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ കയറി പോയ സമയത്ത് അച്ചാർ 3 എണ്ണം, അതിനുശേഷം എന്തോ ഒരു കറി വെച്ചു, അതിനുശേഷം വേറെന്തോ കറി വെച്ച്, പപ്പടം, പഴം, പായസം, പിന്നെ എന്തോന്ന് എന്തൊക്കെയുണ്ട്, സാമ്പാർ, ഈ കാണുന്ന പോലെ പായസം, പപ്പടം എല്ലാം കൂടി കൂട്ടി കുഴച്ച് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകണം. അവിടെ നമുക്ക് ഈ കാണുന്ന പോലെ ഉച്ചയ്ക്കും ചെറിയൊരു ബോട്ടിൽ പഞ്ചാമൃതം കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ നേരെ വീട്ടിൽ വന്നിട്ട് ഈ കാണുന്ന പോലെ നമ്മുടെ കുളത്തിലെ മീൻ കുഞ്ഞുങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകണം. ദിവസത്തിൽ ഒരു തവണ മാത്രമാണ് നമ്മൾ തീറ്റ കൊടുക്കാറുള്ളത്. ഈ കാണുന്ന പോലെ ചോറാണ് ഇന്ന് ഇട്ട് കൊടുക്കാറുള്ളത്. ബാക്കി തീറ്റയെല്ലാം തീർന്നു പോയതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ചോറ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ചോറാണെങ്കിൽ അവർ കൃത്യമായിട്ട് എല്ലാം തന്നെ വന്ന് എടുത്ത് കഴിച്ചോളും. മനസ്സിലായില്ല? ഈ കാണുന്ന പോലെ നല്ല രീതിയിൽ തീറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം. ഈ കാണുന്ന തേനീച്ചക്കൂടുകളുടെ അടുത്ത് കൂടെ നടന്ന് താഴേക്ക് പോകാൻ വേണ്ടി പോകണം. ചിഞ്ചു മുന്നിലൂടെ നടന്ന് അങ്ങ് താഴേക്ക് പോയിട്ടുണ്ട്. ഈ കാണുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സ്ഥലത്തേക്കാണ് അടുത്തായിട്ട് വന്നിട്ടുള്ളത്. ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് ശേഷം ഒരു 2-3 മണിക്കൂർ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചിലവാക്കാറുണ്ട്. അത്തരത്തിലാണ് ഈ കാണുന്നൊരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. പുതിയ വീഡിയോയുടെ ഭാഗമായിട്ട് ചെറിയ സ്ഥലം ഒന്ന് ക്ലീനാക്കി എടുക്കാനുള്ളൊരു പരിപാടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അതായത് ഒരു 1.5-2 മണിക്കൂറാണ് നമ്മൾ ചെയ്തതിന് ശേഷം ഈ കാണുന്ന മണ്ണെല്ലാം വെട്ടി വെള്ളമെല്ലാം കൃത്യമായിട്ട് കിട്ടുന്ന ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ടുള്ള വീഡിയോ എല്ലാം പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ കാണുന്ന പോലെ അതും കൂടി ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ വെട്ടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് മൺവെട്ടിയെല്ലാം കഴുകി കയ്യങ്കലെല്ലാം കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ്. അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ കാണുന്ന പോലെ 1.5 വർഷം മുന്നേ നട്ട പ്ലാവ് കായ്ച്ചു. മനസ്സിലല്ലേ? സച്ചി കൊണ്ടുവന്ന പ്ലാവിൻ്റെ തൈ ഞാൻ നട്ടിട്ട് 1.5 വർഷമായിട്ടുണ്ട്. ആ പ്ലാവ് കായ്ച്ചിട്ടുണ്ട്. മുന്നിലൂടെ കോഴികൾ ഓടി മുന്നോട്ട് നടന്നു പോകുന്നുണ്ട്. തോട് ചാടിക്കടന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് നേരെ അടുത്ത് പോകുന്നത് സരസുവിൻ്റെ അടുത്തേക്കാണ്. സരസുവിനുള്ള ചോറും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം സരസുവിൻ്റെ കാലെല്ലാം റെഡിയായിട്ട് വരുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിലും എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളും കൂടി ഇനി ബാക്കിയുണ്ട്. മനസ്സിലല്ലേ? അതെല്ലാം വരും ദിവസങ്ങളിൽ പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നതായിരിക്കും. മനസ്സിലായി? അതിനുശേഷം നമ്മൾ ഈ കാണുന്ന പോലെ വണ്ടി എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകണം. അടുത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. മനസ്സിലായി? ഈ കാണുന്ന പോലെ റബ്ബർ തോട്ടത്തിനിടയിലൂടെയൊക്കെ നടന്നു ഓടിയൊക്കെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഈ കാണുന്നൊരു ഭാഗത്താണ് നമ്മൾ സ്ഥിരമായിട്ട് ലീഗെല്ലാം കളിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് ഒരുപാട് ആൾക്കാർ ക്രിക്കറ്റ് കളിക്കാൻ വന്നിട്ട് നമ്മളും അവരുടെ കൂടെ കൂടി ഏകദേശം ഒരു 6-6:30-7 മണി വരെ ഇവിടെ നമ്മൾ ക്രിക്കറ്റ് കളിച്ചിട്ട് തിരികെ വീണ്ടും വൈകുന്നേരം ഒരു 7:30-8 മണിയായിട്ട് ആശ്രമത്തിലേക്ക് വീണ്ടും പോയി. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് എന്താണോ കഴിച്ചത് അതേ ഫുഡ് തന്നെയാണ് വൈകുന്നേരവും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഈ കാണുന്ന പോലെ 3 തരം അച്ചാർ, അതുപോലെ മറ്റ് കറികൾ, പഴം, സാമ്പാർ, പായസം, അതൊക്കെ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. പായസം ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ വൈകുന്നേരം പഞ്ചാമൃതം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. ഭയങ്കര ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ പായസത്തിന് സച്ചി 2ാമതും പായസം ചോദിച്ചു. മനസ്സിലായി? പക്ഷേ 2ാമത് പായസം ചോദിച്ച സച്ചിക്ക് 2ാമത് പായസം കൊടുക്കുമെന്നും പറഞ്ഞില്ല, ചേട്ടൻ കൊടുക്കില്ല എന്നും പറഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം സച്ചിക്കുണ്ട്. ആ വിഷമത്തിൽ സച്ചിയുടെ കണ്ണീർ വീണ് ഉപ്പ് കലർന്ന ചോറ് കഴിച്ച് സച്ചി കാണാൻ സമാധാനം അടഞ്ഞിരിക്കുന്ന സമയത്താണ് ദൂരെ നിന്ന് സച്ചിയുടെ കരച്ചിൽ കണ്ടിട്ട്, സച്ചിയുടെ കണ്ണീർ കണ്ടിട്ട്, സച്ചിയുടെ വിഷമം കണ്ടിട്ട് ഏതോ ഒരു ചേട്ടൻ ആ കാണുന്ന ഒരു ഭാഗത്ത് നിന്നിട്ട് ആ ഒരു ചേട്ടൻ, ഓറഞ്ച് കളറിട്ട ചേട്ടൻ 2ാമതും പായസം കൊടുക്കുന്നുണ്ട്. പുറകിൽ നിൽക്കുന്ന ചുവന്ന ട്രേയുള്ള ചേട്ടൻ 2ാമത് പായസം സച്ചിക്ക് കൊടുക്കുമെന്നും പറഞ്ഞില്ല, കൊടുക്കില്ല എന്നും പറഞ്ഞില്ല. മനസ്സിലായി? അപ്പോൾ ചുവന്ന ചേട്ടനോട് ചോദിക്കാതെ സച്ചി കാണുന്ന പോലെ 2ാമത് ഓറഞ്ച് ട്രേയോട് ചോദിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്ക് കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2ാമത് ചോദിക്കാൻ നിന്നില്ല. പക്ഷേ സച്ചിക്ക് ഈ കാണുന്ന 2ാമത് വന്ന ഓറഞ്ച് കളറിട്ട ട്രേ കൊണ്ടുവന്ന ചേട്ടൻ പായസം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സച്ചി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. സച്ചിയുടെ അടുത്ത് ഈ കാണുന്ന ചേട്ടൻ 2ാമതും പായസം കൊടുത്ത് ഭയങ്കര ടേസ്റ്റുള്ള പായസമാണ്. അതിൽ നിന്ന് കുറച്ച് ഞാനും അടിച്ചു മാറ്റി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെ സച്ചിയുടെ മുന്നിലൂടെ 2ാമത് സച്ചിക്ക് പായസം കൊടുക്കാത്ത ചേട്ടൻ ട്രെയിൻ കൊണ്ട് നടന്ന് പോകുന്നുണ്ട്. സച്ചിക്ക് ചെറിയൊരു വിഷമമുണ്ട് അതിൽ, വേറെ കുഴപ്പമൊന്നുമില്ല. സച്ചി കാണുന്ന നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പഴയ ആൾക്കാരൊക്കെ, പണ്ടൊക്കെ ഉള്ള സമയത്തൊക്കെയാണെങ്കിൽ ആൾക്കാർ പായസം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, പായസത്തിൽ എന്ത് സാധനം ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്ത സാധനമൊക്കെ അവർ ഉണ്ടാക്കി കൊണ്ടുവന്നൊരു രീതി അവർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യത്തിലൊക്കെ കുറച്ചൊന്ന് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ആയോന്ന് ചെറിയൊരു സംശയമില്ല അതില്ല. എന്നാലും കുഴപ്പമില്ല. സച്ചി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേട്ടനെ നോക്കി എന്തൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളെന്തായാലും അവിടെ നിന്ന് കഴിച്ചിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി പോകണം. ഈ കാണുന്ന പോലെ സച്ചിയുടെ പായസത്തിൽ നിന്ന് കുറച്ച് ഞാനും അടിച്ചു മാറ്റി കുടിച്ച്, സച്ചിയും കുടിച്ച്, സച്ചിയുടെ അപ്പുറത്ത് കണ്ണനും കുടിച്ച്. അപ്പോൾ സച്ചിയുടെ അപ്പുറത്ത് കണ്ണൻ്റെ അപ്പുറത്തേക്ക് ഒരു ചേച്ചിയും എന്തൊക്കെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് കഴിച്ചിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് പോകാൻ വേണ്ടി പോകണം. ഈ കാണുന്നൊരു ഭാഗമാണ് ആശ്രമത്തിനകത്തുള്ള ഒരു പാറ എന്ന് പറയുന്നത്. ഇവിടെ നല്ല പകൽ നല്ല കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നല്ല കാറ്റൊക്കെ അടിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായി? ഇന്നത്തെ ദിവസം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിങ്ങളെ കാണിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ കണ്ടത്രയും മതി. മനസ്സിലായില്ലേ? ടാറ്റാ.